ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയുമ്പോഴും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാവാതെ മോദി സർക്കാർ സിജെപിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട മറ്റ് മേഖലകളിലും സമരം സജീവമാകുമോ എന്നാണ് ബിജെപിയുടെ ആശങ്ക. വിവരങ്ങളുമായി ഷമ്മി പ്രഭാകർ കൂടി ചേരുന്നു. ഷമ്മി, ഈ ഒരു വിപ്ലവ വിജയമാണ് ഈ ജെൻസി പ്രതിഷേധക്കാർ ഉണ്ടാക്കിയത്. മാത്രമല്ല, എന്നാലും ആശങ്ക ഉയരുന്നില്ല. എന്തായിരിക്കും ഇനിയും വിദ്യാർത്ഥികളുടെ ഭാവി? ആരാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന പകരം വരിക എന്നതൊക്കെ ആശങ്കയെ തുടരുന്നൊരു കാര്യമാണ്. മാത്രമല്ല, പാർലമെന്റിലടക്കം ഈ വിഷയത്തെ തുടർന്ന് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, അമിത്ഷായ്ക്ക് നേരെ അടക്കം ഈ പോലീസുകാർ വിദ്യാർത്ഥികളെ ആക്രമിച്ചതടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുമ്പോഴും ഇതിൽ ആരുത്തരം പറയും എന്നതിലടക്കമാണ് ഒരു ചോദ്യം ഉയരുന്നത്. വിവരങ്ങൾ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി ഉള്ള സമരങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സിജെപിയുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് രാവിലെ അഭിജിത് ദീപ്കെ അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇനിയും ഒരുപാട് ദൂരമുണ്ട് പോകാൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾ സസൂക്ഷ്മം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് തുടർച്ച വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് സിജെപി പോവുക എന്നുള്ളതാണ്. എന്തായാലും നാളെ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബില്ല് ഏത് രീതിയിലായിരിക്കും, അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ശിക്ഷാ നടപടികളടക്കം ഉറപ്പുവരുത്തുന്ന ഒരു ബില്ലായിരിക്കും പാർലമെന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നാളെ ഇപ്പോൾ പാർലമെന്റ് ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയം സജീവമായി തന്നെ ഉയർത്താനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഈ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്രയും വലിയൊരു നരനായാട്ട് ഉണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം പാർലമെന്റിൽ ഉറപ്പായും ഉണ്ടാകും. പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിക്കും. അമിത്ഷാ ഈ തരത്തിൽ ഒരു നടപടിക്ക് നിർദ്ദേശം നൽകിയ നേരിട്ടുള്ള വ്യക്തിയാണ്. കാരണം ദില്ലി പോലീസ് എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ്. ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് നേരെ ഇത്രയും വലിയ ബലപ്രയോഗം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കണം എന്ന ആവശ്യം കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുമ്പോൾ അതിനെന്ത് വിശദീകരണം കോൺഗ്രസിന് നൽകാൻ കഴിയും, ബിജെപിക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ധർമ്മേന്ദ്ര പ്രധാൻ രാജികൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പറയുന്നത്. സുതാര്യമായ ഒരു പരീക്ഷാ സമ്പ്രദായത്തിലേക്ക് രാജ്യം പോകണം. ഒപ്പം തന്നെ കാവ്യവൽക്കരണത്തിനെതിരായ വലിയ പ്രതിഷേധം ഉയർന്നു വരണം. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി നടത്തുന്നത്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം ഇന്നലെ തന്നെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രഖ്യാപിച്ചിരുന്നു. പ്രഹ്ലാദ് ജോഷിയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകുകയാണ്. നമുക്കറിയാം, അദ്ദേഹം കർണാടകയിലെ സംഘപരിവാറിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് കാവ്യവൽക്കരണം അവസാനിക്കും എന്ന് കരുതാൻ കഴിയില്ല. പകരം എത്തുന്ന ആളും വളരെ ശക്തമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിനെതിരായ വലിയ പ്രതിഷേധം ഉയർന്നു വരണം. ഒപ്പം തന്നെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം സുതാര്യമാകണം, പരീക്ഷാ സമ്പ്രദായങ്ങൾ സുതാര്യമാകണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉയർത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളുടെയും തീരുമാനം. ഉമ, തീർച്ചയായും ഷമ്മി, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞാലും ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് മോദി സർക്കാർ കരകയറാനാവാതെ തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സിജെപിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട മറ്റ് മേഖലകളിലും സമരം സജീവമാകുമോ എന്നൊരു ആശങ്കയടക്കം ബിജെപി സർക്കാരിന് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു സുതാര്യമായ പരീക്ഷാ സംവിധാനം വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. ഷമ്മി പ്രഭാകറാണ് വിവരങ്ങളുമായി ചേർന്നത്.